ജനവാസ കേന്ദ്രത്തിൽ നിക്ഷേപിച്ച അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടി ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തി. മുത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹഫ്സത്തിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളാണ് ചൊവ്വാഴ്ച രാവിലെ 8:30 മുതൽ എടക്കര പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 3 ആഴ്ച മുമ്പ് മൂത്തേടം പഞ്ചായത്തിലെ കുറ്റിക്കാട് ജനവാസ കേന്ദ്രത്തിലെ ഒരു ഷെഡിൽ ലോഡ് കണക്കിന് മാലിന്യം നിക്ഷേപിച്ചിരുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ജനവാസ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചവർക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലം ഉടമയോട് 50,000 രൂപ പിഴയൊടുക്കാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം മാലിന്യം നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് പഞ്ചായത്തിലേക്ക് ഇമെയിൽ സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. SI KR ജസ്റ്റിനുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഭരണസമിതി അംഗങ്ങൾ പിരിഞ്ഞുപോയത്. വേസ്റ്റ് കൊണ്ടുപോയിട്ട് വണ്ടി ടോറസ് പിടിക്കാനുള്ള സംവിധാനം മുപ്പര് ചെയ്യും. മുപ്പര് ഇടപെട്ട് 2-3 ദിവസം കൊണ്ട് ഇടപെട്ടപ്പോൾ തന്നെ ഒരു തീരുമാനം. ഇപ്പോൾ അവിടെ വന്നിട്ട് ചെറുതായിട്ട് വാരുന്നുണ്ടായിരുന്നില്ലേ, വേസ്റ്റ് വാരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി പിടിച്ചിട്ട് തീരുമാനമാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ടോറസ് വണ്ടി പിടിക്കണമെന്നില്ലാണ് പിടിച്ച വണ്ടി വണ്ടിയിൽ ഒരു വണ്ടിക്ക് പോലും പറയണത്, മറ്റു വണ്ടിയില്ല. അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് സാധനം വാരുക. അപ്പോൾ അതിന് പ്രധാനമായിട്ട് കൊണ്ടുവന്നിട്ട് ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്.